ഹായ് ഫ്രണ്ട്സ്, നാടനടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് പുതിയതായിട്ട് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം വീഡിയോസ് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കാണാനും അല്ലെങ്കിൽ നമുക്കൊരു പ്രോത്സാഹനം തരാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാത്തത്. അപ്പം എന്നിരുന്നാലും ഇപ്പം ഇത്രയും വരെയും കഷ്ടപ്പെട്ട് ഞാൻ എത്തിയത് കൊണ്ട് മാത്രമാണ് വീണ്ടും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഇത് വേണ്ടാന്ന് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇത് തുടരുന്നത്. അപ്പം ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മളൊന്ന് ചിക്കൻ അച്ചാറിടാൻ പോവാണ്. അപ്പം ഇത് 2 കിലോ ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അപ്പോൾ ഈ മഞ്ഞ കളറിലിരിക്കുന്നത് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് കഴുകുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം വെള്ളം മാലാനിട്ടൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് മുളക് പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി ഇതിനകത്ത് ആദ്യം നന്നായിട്ട് ഇതൊന്ന് പുരട്ടി നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം പിന്നീട് നമുക്കൊരു മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇത്രയും കൂടി നമുക്കിതൊരു മസാലയാക്കി എടുക്കണം. അപ്പോൾ പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളക് ഇതുപോലെ വട്ടത്തിനരിഞ്ഞാണ്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ നമുക്ക് വിനാഗിരി വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ അച്ചാർ നല്ലെണ്ണയിലാണ് ഇടുന്നത്, വെളിച്ചെണ്ണയിലല്ല ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് ഇതെല്ലാം ഒന്ന് പുരട്ടി വെക്കാം. അപ്പം നമ്മൾ അരച്ചു കൊണ്ടുവന്ന മസാല ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് പുരട്ടി വെക്കാം. അപ്പം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത്, ഇപ്പോൾ വെള്ളമയമൊന്നും അധികമായിട്ടില്ല, നന്നായിട്ട് വെള്ളമൊക്കെ വലം വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ പീസുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാടിട്ട് കുത്തി ഇളക്കൽ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കോരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലത്തെ കണ്ണോപ്പ പാത്രത്തിനകത്ത് വേണം കോരി വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത അതേ ചീനച്ചട്ടി തന്നെയാണ് ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേറെ എണ്ണയുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വറുത്തെടുത്ത എണ്ണയുണ്ട്, അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില, അതുപോലെ പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഇറക്കി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ ചുവ വരും. അതുകൊണ്ടാണ് ചട്ടി ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി
ഈ സ്പൂണിനാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനൊരു 3 സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി കായപ്പൊടി, ചേർത്ത് കൊടുത്തു. ഇപ്പം തന്നെ നന്നായിട്ടിത് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ചട്ടിയുടെ ചൂടുകൊണ്ട് അപ്പം നമ്മളിതാണുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുപ്പിൽ വെച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കണ്ടാന്ന്. അപ്പം കുറച്ചും കൂടി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കുറവ് പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറിയൊരു തീയിൽ ഇതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മീനിന് ചേർക്കുന്ന അത്രയും ചിക്കന് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കത്തില്ല. ഇനി നമുക്കിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം. നോക്കിയതിന് ശേഷം നമുക്ക് എന്താണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അതേപോലെ തന്നെ വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം. പൊടികൾ കായപ്പൊടിയോ ഉലുവാപ്പൊടി എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും കാണാം.